അപ്പൊ പിന്നെ വന്ന കാര്യം അങ്ങ് നടക്കട്ടെ, അല്ലയോ തുമ്മിച്ച? ശരിയാ ശരിയാ. എന്നാ പിന്നെ സെബു അച്ഛന്റെ പ്രാർത്ഥന തന്നെ ആദ്യം അങ്ങ് നടക്കട്ടെ. പോരെ അച്ഛൻ? അതെ. എന്നാ പള്ളിയിലേക്ക് കയറാം. ആശാനാണോ ഫാദർ സെബു? അത് ശരിയാ. ഫാദർ പോൾ, യെസ്. ഒരു മിനിറ്റ്. എക്സ്ക്യൂസസ്. എന്താണ്? ഡോഗോപ്പേ, ഞാൻ എന്ത് പ്രാർത്ഥിക്കാൻ? നീ പോയി പ്രാർത്ഥിക്കാൻ. ഞാനെന്ത് പ്രാർത്ഥിക്കാൻ? രാമരാമൻ ചൊല്ലാനാ? ആശാനല്ലേ ക്രിസ്ത്യാനി, ചെന്ന് അതങ്ങ് നടത്തും. ക്രിസ്ത്യാനിയൊക്കെ തന്നെ, പക്ഷെ ഒരു പള്ളിയിടക്കാൻ ഞാൻ കാണുന്ന ആദ്യമായിട്ടാ. ബെസ്റ്റ്. ദേ, ആ ബൈബിൾ എടുത്ത് വായി തോന്നി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി എന്നേ. മതിയല്ലേ? ഭഗവാനെ. ഫാദർ പോൾ, എന്ത് ഭാഷ ഇത്? തെലുങ്കോ? ഈശ്വര. ഫാദർ പോൾ, ഓൾ ദ ബെസ്റ്റ്. ശിബിത്തണ്ടി ഒരുപാട് കോപ്പിലെ പണി കാണിക്കുന്നു. കൂടെ നിന്ന് പാരമണിയിലേക്ക് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യും. വെള്ളം എടുക്ക്. വെള്ളം എടുക്ക, വേഗം എടുക്ക. അജോ, അജോ. കാവലമ്മേ കാത്തോണേ. കർത്താവിന്റെ ആട്ടിൻപറ്റമേ, ഭയപ്പെടേണ്ട. ഇങ്ങോട്ടുള്ള യാത്രകൾ മുഴുവൻ യാതനകളുടേതായിരുന്നു. കാട്ടിലും മേട്ടിലും ഓടിയും ചാടിയും ഊണും ഉറക്കവും ത്യജിച്ചുള്ള പ്രാർത്ഥനകൾ. ഇവിടെ വന്നതും ഈ തിരുസ്വരൂപത്തെയും തിരുവചനങ്ങളെയും കണ്ടപ്പോൾ കോരിത്തെരിച്ച് വീണുപോയതാണ് നമ്മുടെ ഈ പാവം ഫാദർ. ഊണ് ത്യജിച്ചെന്നു? അപ്പൊ തൊമ്മിച്ച മുതലാളിയുടെ വീട്ടിൽ നിന്ന് കഴിച്ചതൊന്നും ഒരു കഴിപ്പല്ലേ? ഹൈ, നീറ്റായിട്ട് പാരപടന്നിട്ട് വിസ്തരിച്ച് കിടക്കുന്ന കണ്ടില്ലേ? നല്ല സുഖം. എന്തായാലും നീ മാനേജ് ചെയ്തല്ലോ. അത് ആ ഊളകൾ വിശ്വസിക്കുകയും ചെയ്തു. ആ ഊളകള് സത്യം അറിയുമ്പോ കാണാം അവരുടെ തനി നിറം. എടാ, എങ്ങനെ അറിയാനാ? ഈ പത്രത്തിലും മറ്റുമൊക്കെ വരില്ലേ? അപ്പോ അതോടെ ഈ പടം തീരും. പടോ? ഏത് പടം? ഈ പടം, ഈ വേഷം. അതൊരു പോട്ടെ. എന്തായാലും നമ്മൾ തമിഴ്നാട് പോലീസിന്റെ അടുത്താണ് ചാടിയത്. തമിഴ് പത്രത്തിലേ വരുള്ളൂ. അതുകൊണ്ട് ഫാദർ അധികം ടെൻഷൻ ആവാതെ നാളേക്കുള്ള പ്രാർത്ഥന പഠിക്കാൻ നോക്കും. ദൈവമേ പൊറുക്കണം. പിന്നെ ദൈവത്തിന് അതല്ലേ പണി. എന്നാലും എത്ര നാളെന്ന് വെച്ചാ ഈ വേഷം? അച്ഛൻ പണി നമുക്ക് രണ്ടുപേർക്കും അറിയില്ല. വല്ല അമ്പലമൊക്കെ ആയിരുന്നെങ്കിൽ സിമ്പിൾ ആയിരുന്നു. 2 പൂവൊക്കെ ഇട്ട് മണിയൊക്കെ അടിച്ച് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അതിനൊക്കെ വഴിയുണ്ടാക്കാടാ. അധികാലമൊന്നും വേണ്ടല്ലോ. ബഷീറിന് കൊടുക്കാനുള്ളതും ഒരു ജോലി കിട്ടുന്നവർ ഇവിടെ നിൽക്കാനുള്ളതും ഈ ഇടവക തരും. എങ്ങനെ? പകൽ അവർ പറയുന്ന പണിയെടുക്കുന്നു, രാത്രി നമുക്ക് അറിയാവുന്ന പണിയെടുക്കുന്നു. ഈശോമിശിയായി അടിപൊളിയായിരിക്കും. അടിപൊളി. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. അത് തന്നെ, പാർട്ടീസിന് എന്ത് ചെയ്യും? നന്നായിരിക്കും. പള്ളിയിൽ അച്ഛൻ പട്ടയടിച്ച് പ്രാർത്ഥന ചൊല്ലിയാ വളരെ നന്നായിരിക്കും. എന്റെ ആശാനെ. വെളിച്ചപ്പാടും ഹിന്ദു ഗ്രൂപ്പാണല്ലോ. സത്യം അറിഞ്ഞിട്ടുള്ള വരമാണോ ദൈവമേ? എന്തായാലും നീ ഇതിന്റെ മുമ്പിലേക്ക്, നിന്റെ ആൾക്കാരല്ലേ. എന്താ വാളൊക്കെ ആയിട്ട്? ഒന്ന് കാണാൻ വന്നതാ. ഞങ്ങളുടെ പൂമാല ഗ്രാമത്തിലെത്തിയ പുണ്യം ചെയ്തവര്. എന്തോ എന്താ ഒരു തേജസ്! അതെങ്ങനെയാ? ദൈവാംശം ഉള്ളിലേക്ക് ഇറങ്ങി വന്നിരിക്കല്ലേ? നിങ്ങളുടെ എല്ലാ കാര്യത്തിനും ഞങ്ങൾ എല്ലാവരും ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. എന്താ നായരെ? പള്ളി തുറക്കുന്നതും പഴയതുപോലെ വിശ്വാസികൾ നാടിന്റെ നാനാദിക്കളിൽ നിന്ന് വരുന്നതും ഈ നാടിന്റെയും നാട്ടാരുടെയും ഒരു ആവശ്യമാണ്. എന്താ നായരെ? അച്ഛന്മാരെ, അച്ഛന്മാർക്ക് നാളെ മുതൽ നിന്നിരിക്കാനുള്ള സമയം ഉണ്ടാവില്ല. 8 കല്യാണം, 3 മാമോദിസ, 4 അന്ത്യകൂദാശ, 19 പെരവാസ്തുലി, വെഞ്ചരിപ്പ്, അങ്ങനെ എന്റെ മാതാവേ ഒന്നും പറയണ്ട. ഒക്കെ മംഗളമാകും. അയ്യോ, പറയും പോലെ വിട്ടുപോയി. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. ഒരു പൈന്റ് ഗ്ലാസ് എടുത്തുണ്ടോ?
അച്ഛൻ എന്താ ഇപ്പൊ പറഞ്ഞത്? അല്ല ഈ അത് വെളിച്ചപ്പാടിന് പതിവ് കഴിക്കാനുള്ള സമയമായെന്ന് മുൻകൂട്ടി പറയുമായിരുന്നു അല്ലേ ഫാദർ? എന്തെല്ലാം അറിഞ്ഞു വെച്ചിരിക്കണു എന്റെ ഭഗവതി. ഭയങ്കരമാണോ ഭയങ്കരം. ജ്ഞാനികളാണോ ജ്ഞാനികൾ.